السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ കേട്ടറ്റ് പഠിതാക്കളെ, എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാവുന്ന പോലെ എക്സാം നമ്മുടെ പതിവാതിരിക്കൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണെന്ന് അറിയാം. ഇനിയിപ്പോൾ പേപ്പർ കയ്യിൽ കിട്ടിയാൽ മതി, ആ അവസ്ഥയിലാണുള്ളത്. അപ്പൊ അങ്ങനെ മുട്ടി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതാനും ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഇതില് എല്ലാ വിഷയങ്ങളും ഒരുപക്ഷെ ചിലപ്പോൾ എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം എന്ന രൂപത്തിലാണ് ഈ ഒരു സെഷൻ നമ്മൾ വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എക്സാമിന്റെ അടുത്ത ഒരു സന്ദർഭം എന്ന നിലയിൽ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതിനാണ്, എന്നാൽ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്താണ്. അതായത് ഉത്കണ്ഠ എന്തായിരുന്നാലും ഉണ്ടാവും എക്സാം അടുക്കുമ്പോൾ. പ്രത്യേകിച്ചും നമ്മളിപ്പോ അല്പമൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആ വിഷയത്തിൽ ആശങ്ക ഉണ്ടാവും. കാരണം മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സ് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് ചിലപ്പോ ഒന്നും എവിടെ എത്തിയിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ അത് സ്വാഭാവികമാണ്. പ്രിപ്പയർ ചെയ്തു എന്നതിന്റെ അടയാളമായിട്ട് മാത്രമേ നിങ്ങൾ അത്തരം കാര്യങ്ങളെ കാണേണ്ടതുള്ളൂ. എന്നല്ലാതെ അവിടെ നമ്മൾ ടെൻഷൻ ആവരുത്. പ്രത്യേകിച്ച് എക്സാം അടുത്ത ഒരു സന്ദർഭത്തിൽ ആ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എക്സാം ഹാളിൽ തെറ്റാനായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം ചിന്തകളൊക്കെ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ സന്ദർഭത്തിൽ നോക്കിക്കാണാവൂ. എക്സാമിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. എന്ന് വെച്ചാൽ ഞാൻ അല്പമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ബ്ലാങ്ക് ആയി നിന്നിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും, അതിപ്പോ മുഴുവൻ എന്നൊന്നും പറയുന്നില്ല, കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ എക്സാം എനിക്ക് എളുപ്പമായിരിക്കും എന്ന പോസിറ്റീവായ ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എക്സാമിന് അത് നന്നായി ബാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പോസിറ്റീവായ ചിന്തയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ എക്സാമിലുടനീളം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും. നേരെ മറിച്ച് ഒന്നും കിട്ടൂല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രയാസമാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തവണ എനിക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ എക്സാമിനെ അഭിമുഖീകരിക്കണം എന്നാണ് എല്ലാവരോടും ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മൾ എക്സാം ഹാളിൽ ഓരോന്ന് ഫില്ല് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് OMR ഷീറ്റാണ്. അപ്പൊ ഈ OMR ഷീറ്റ് നേരത്തെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവും, ഒരുപക്ഷെ തീരെ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. OMR ഷീറ്റ് ഇതുവരെ OMR ഷീറ്റ് എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ നന്നാവും. അങ്ങനെയുള്ള ആളുകൾ ഏതായാലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇനി OMR ഷീറ്റ് ആദ്യമായി നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവിടെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ എക്സാം ഹാളിൽ എത്തേണ്ടത് 10 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ 10 മണിക്കല്ല നമ്മൾ എക്സാമിന് എത്തുന്നത്. എപ്പോഴാണ് എക്സാം? എത്ര മണിക്കാണ്? 2 എത്ര മണിക്കാണ്? അതായത് രണ്ട് എക്സാം ഉണ്ട്. അതായത് കാറ്റഗറി 3 എഴുതുന്നവർക്ക് രാവിലെയും കാറ്റഗറി 4 എഴുതുന്നവർക്ക് 2 മണിക്കുള്ള എക്സാം 1:30 ഹാളിൽ ഹാജരാവണം. എങ്ങനെ? 1:30 അവിടെ എത്തണം. അതെ. ഇനി 45 മിനിറ്റ് മുമ്പല്ലേ കാറ്റഗറി 3കാർക്കോ? കാറ്റഗറി 3കാർക്ക് അവര് വരുള്ളൂ 45 മിനിറ്റ്. കാറ്റഗറി 3കാർക്ക് 10 മണിക്കാണ്. അപ്പോ നമ്മുടെ ടൈം നമ്മൾ കാണേണ്ടത് 10 മണിയുള്ള ആളുകൾ കാണേണ്ട ടൈം എന്ന് പറയുന്നത് 9 മണിയാണ്. അതേപോലെ 2 മണിയുള്ള ആളുകൾ കാണേണ്ട സമയം എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യാത്ര സെറ്റ് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. കാരണം എന്താ വെച്ചാൽ
നമ്മളിപ്പോ ഈ പറഞ്ഞ 45 മിനിറ്റ് മുമ്പ് എന്ന് പറയുന്നത് ഗേറ്റ് അടക്കുന്ന സമയമായിരിക്കും. ഗേറ്റ് അടക്കുന്ന സമയം അതെ എന്നുവെച്ചാൽ അതെ അതെ 1:15 2 മണിയുടെ ആ സെന്ററിലെ ഗേറ്റ് അടക്കുന്നർത്ഥം. അതേപോലെ തന്നെ 9:15 അവിടെ എന്ത് ചെയ്യും, കാറ്റഗറി 3കാരുടെ ഗേറ്റും അടക്കും. ഇനി നമ്മൾ എന്ത് ചെയ്ത് കറക്റ്റ് 9:15 അല്ലെങ്കിൽ 1:15 എത്തിയാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോ പിന്നെ വൈകിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ബാക്കിയുള്ള ആളുകളൊക്കെ ഏകദേശം എന്ത് ചെയ്യും, നേരത്തെ എത്തി ചിലപ്പോ അവരുടെ സീറ്റ് എവിടെയാണ്, കാരണം നമ്മളാണ് ചെല്ലുമ്പോഴേക്ക് ഈ വരുന്നത് പിന്നെ മുഹമ്മദ് ആണല്ലോ അല്ലെങ്കിൽ ജമീലയാണല്ലോ, എന്നാ നേരെ ഈ ഹാള് എന്ന് പറഞ്ഞ് അവിടെ സ്വീകരിക്കാൻ ആളൊന്നും ഉണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യണം, അവിടെ ബോർഡ് ഉണ്ടാവും, വെച്ചിട്ടുണ്ടാവും. ആ ബോർഡിൽ നിന്ന് നമ്മുടെ റോൾ നമ്പർ നോക്കിയിട്ട് ഏതാണ് ആ സ്കൂളിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ റൂം എങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം. അതാദ്യം ആ ബോർഡിൽ നോക്കി പിന്നെ റൂം നമ്പർ എത്രയാണ് നോക്കി എന്നിട്ട് നമ്മുടെ പിന്നെ ഹാളിൽ പോയിട്ട് എന്ത് ചെയ്യണം, ആ സീറ്റ് കണ്ടെത്തണം. അപ്പൊ അതിനൊക്കെ സംഗതി കുറഞ്ഞ സമയം മതി. പക്ഷെ വൈകി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്ത് ചെയ്യും, പാനിക് ആവും. ആ സമയത്ത് എന്ത് ചെയ്യും വെച്ചാൽ ആളുകളൊക്കെ ഓൾറെഡി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും അവിടെ ഹാളിൽ ലാസ്റ്റ് എത്തുക. അപ്പോഴേക്ക് ഇൻവിജിലേറ്റർ എത്തി ചിലപ്പോ ഈ പിന്നെ OMR ഷീറ്റ് നൽകി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആവശ്യമില്ലാതെ വെറുതെ എന്ത് ചെയ്യും, ഒരു ടെൻഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലത് ഈ പറഞ്ഞ പോലെ മിനിമം 9 മണിക്ക് അല്ലെങ്കിൽ കാറ്റഗറി 4 ആണെങ്കിൽ 1 മണിക്ക് എന്ത് ചെയ്യുക, എക്സാം ഹാളിലെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇനി അഥവാ ഈ രൂപത്തിൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് എത്തി എന്ന് വിചാരിച്ച് ടെൻഷൻ ആവൊന്നും വേണ്ട. നേരത്തെ എത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ എത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പൊ യാത്രക്ക് നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്തോളി, അറേഞ്ച് ചെയ്തോളി എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇനി നമ്മളിപ്പോ OMR ഷീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ എല്ലാം കൃത്യമായി നമുക്ക് അവിടെ നിന്ന് സമയം ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ 10 മണിക്ക് തുടങ്ങുന്ന എക്സാമിന് 3/4 മണിക്കൂർ മുമ്പ് അവിടെ എത്തിച്ചേരാൻ പറയുമ്പോൾ എന്തായിരുന്നാലും ഒരു അരമണിക്കൂറെങ്കിലും OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ നമുക്ക് അവിടെ ഉണ്ടാവും. മിനിമം അരമണിക്കൂറെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കൃത്യമായി പറഞ്ഞു തരാനാണെങ്കിൽ അവിടെ ഇൻവിജിലേറ്റർ ഉണ്ടാവും. എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ഉണ്ടാവും. കൃത്യമായി നമുക്ക് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അയാളെ നമ്മൾ ഈ എക്സാം കഴിഞ്ഞ ശേഷം കാണാൻ പോകുന്നൊന്നുമില്ല. എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചതെന്ന് വെറുതെ തെറ്റിക്കരുത് എന്നർത്ഥം. നമുക്ക് ആവശ്യം നമ്മുടെ കേട്ടറ്റ് എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഇതിലൊരു തെറ്റും വരരുത്. ഇങ്ങനൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ അബദ്ധം കാരണം കഴിഞ്ഞ വർഷം റിസൾട്ട് പിന്നെ തടയപ്പെട്ട ആളുകളുണ്ട്. ഞാൻ പൂർണ്ണമായും എഴുതിയിരുന്നു സാർ, ഞാൻ കൂട്ടി നോക്കിയപ്പോൾ 100-ലധികം മാർക്ക് ഉണ്ടായിരുന്നു, 90-ലധികം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അബദ്ധം കാണിച്ചു. അപ്പോ ആ അബദ്ധം നമുക്ക് സംഭവിക്കരുത്. കൃത്യമായി അവിടെ പറഞ്ഞു തരാൻ ആളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആശ്വാസത്തിൽ ഫില്ല് ചെയ്താൽ മതി. നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ OMR ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും വായിച്ചിട്ട് പിന്നെ സംശയം ഉണ്ടെങ്കിൽ അതവിടെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഫില്ല് ചെയ്താൽ മതി എന്ന് ഓർമ്മപ്പെടുത്താണ്. മാത്രമല്ല ആ സമയത്ത് നമുക്ക് അടുത്ത ആളോട് ചോദിക്കുന്നുണ്ടോന്ന് വിരോധമല്ല. എക്സാം തുടങ്ങിക്കഴിഞ്ഞ് സംസാരിക്കുമ്പോഴേ പ്രയാസം ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോ അടുത്ത ആളോട് ഇത് ഇങ്ങനെ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്താം. ഇനി അല്ലെങ്കിൽ നേരെ മുമ്പിൽ തന്നെ ആരുണ്ടാവും, ഇൻവിജിലേറ്റർ ഉണ്ടാവും. അയാളോട് കൃത്യമായി ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. കാരണം ഇപ്പൊ തന്നെ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായി അവിടുന്ന് എന്ത് ചെയ്യും, നമുക്ക് അത് പറഞ്ഞു തരും. അതേപോലെ നമ്മള് പിന്നെ ബോൾ പെന്ന് എന്തായിരുന്നാലും കയ്യിൽ കരുതണം. അത് ഒന്നുകിൽ നീല കളറാവാം അല്ലെങ്കിൽ ബ്ലാക്ക് കളറാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോവാം. കുറച്ച് കളറുള്ള പേന എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനം നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, ഇനി ടെൻഷൻ ആവാതെ എക്സാം എഴുതുക എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം ഇതാണ്. 150 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം. അങ്ങനെ ടോട്ടലി 150 മാർക്കാണ് വരുന്നത്. അതിലോ നമ്മെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ 150 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തോളണം എന്നില്ല, അല്ലെങ്കിൽ 150 മാർക്കും നമുക്ക് കിട്ടേണ്ടതില്ല. ആകെ നമുക്ക് വേണ്ടത് വെറും 82 മാർക്കാണ്. ഇതിലാണെങ്കിലോ നെഗറ്റീവ് മാർക്കും ഇല്ല. അപ്പോ മുഴുവൻ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് ഒരു പോസിറ്റീവാണ് അല്ലെ. നമ്മളിപ്പോ അഥവാ എന്ത് ചെയ്തു, ഒരു 70 ക്വസ്റ്റ്യൻ നമ്മൾ
കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് ഏകദേശം കിട്ടിയെന്ന് വിചാരിച്ചോളി. അതായത് ഓരോന്നും ഇപ്പോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, പിന്നെ നമ്മുടെ സൈക്കോളജി, പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറബിക്കിലേക്ക് കടന്നു. അറബിക്കിൽ നിന്നും എല്ലാം കൂടെ നോക്കിയിട്ട് ഏകദേശം നമുക്കിങ്ങനെ ഒരു 70 ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും ശരിയാണ്. പക്ഷെ എന്നാലും വേണം നമുക്ക് കുറച്ചുകൂടെ. ആ ഉള്ളത് നമുക്ക് ഈ പറഞ്ഞ മൊത്തത്തിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് 70 കഴിച്ചാൽ പിന്നെയുണ്ട് എത്ര, 150 ആവണമെങ്കിൽ പിന്നെയും നമ്മുടെ മുമ്പിൽ അവിടെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 80 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ ഏതെങ്കിലും രൂപത്തിലൊന്ന് പിന്നെ കറക്കി കുത്തിയാൽ തന്നെ 12 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരുന്നാലും ശരിയാവും. പക്ഷെ അതിനെന്ത് വേണം? മുഴുവൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വെറുതെ നമ്മളിങ്ങനെ കുറെ ചില ക്വസ്റ്റ്യന്മേൽ കിട്ടാത്ത ക്വസ്റ്റ്യന്മേൽ കുറെ നേരം നിന്ന് അവസാനം സമയമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ചില ക്വസ്റ്റ്യന്മേൽ നമ്മൾ കുറെ നേരം നിന്ന് എന്നിട്ട് പ്രധാനപ്പെട്ട അവസാനത്തിൽ വരുന്ന കുറെ ഭാഗങ്ങൾ ചിലപ്പോൾ നമ്മൾ തീരെ വായിക്കാതെ എങ്ങനെങ്കിലൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്ന രൂപം ഉണ്ടാവും. അതുണ്ടാവരുത്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. അത് പ്രത്യേകം എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആകെ നമുക്ക് വേണ്ടത് 82 മാർക്കേ വേണ്ടതുള്ളൂ. ഇനി ജനറൽ കാറ്റഗറിക്കാരാണെങ്കിൽ 90 മാർക്ക് വേണം അല്ലെ? മിക്കവാറും ആളുകൾ OBC കാറ്റഗറിയിൽ വരുന്ന ആളുകളായിരിക്കും. അവർക്ക് ആകെ വേണ്ടത് 82 മാർക്കേ വേണ്ടതുള്ളൂ. അപ്പോൾ ഈ 82 150 82 അല്ലേ, അത് എനിക്ക് എന്തായിരുന്നാലും കിട്ടും. ഇത്തവണ ഞാൻ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യും എന്ന രൂപത്തിൽ തന്നെ ഇനിയുള്ള സമയം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് നാളെ രാവിലെ എക്സാമിന് പുറപ്പെടുമ്പോൾ ആ രൂപത്തിൽ തന്നെ പോവുക. മിക്കവാറും എല്ലാവരും നോമ്പുകാരായിരിക്കും. നോമ്പുകാരൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അപ്പൊ ആ അർത്ഥത്തിൽ പ്രാർത്ഥനയോട് കൂടി തന്നെ പുറപ്പെടുക. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മൾ പുറപ്പെടുക. ഇൻഷാ അല്ലാഹ് എക്സാം നമുക്കൊക്കെ എളുപ്പമാവും. ആ അർത്ഥത്തിൽ തന്നെ എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്ന രൂപത്തിൽ എക്സാം എളുപ്പമാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇത്തവണ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോ സെറ്റ് അതേപോലെ കേട്ടിട്ട് എക്സാമിനൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര ആളുകൾക്കേ കിട്ടൂ എന്നില്ല അല്ലെ? ഇപ്പോ മുമ്പൊക്കെ നമുക്കറിയാം, അല്ല പിന്നെ ഈ നെറ്റ് എഴുതുന്ന ആളുകൾക്ക് അറിയാം, അവർക്കിപ്പോ ഒരു 1000 ആൾ എഴുതുകയാണെങ്കിൽ അതിലാകെ 6% ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? അത്തവണ നെറ്റ് കിട്ടുള്ളൂ. എന്താ കാരണം വെച്ചാൽ അങ്ങനെയാണ് അതിന്റെ കട്ട് ഓഫ് നിശ്ചയിക്കുക. അപ്പോ 6% ആളുകൾ അഥവാ 60 ആളുകൾ 1060 ആളുകൾ പാസ്സാവണമെങ്കിൽ എത്രയാണോ കട്ട് ഓഫ് വരേണ്ടത് അതാണ് നിശ്ചയിക്കുകയാണ് ചെയ്യുക. എന്നാൽ കേട്ടറ്റിന് അങ്ങനെയില്ല. ഇപ്പോ നമ്മുടെ ഈ ഫോക്കസ് ഫാമിലി അംഗങ്ങളിൽ ഒരു 300 ആളുകൾ ഉണ്ടെങ്കിൽ ആ 300 ആളുകളും ഈ 82 മാർക്ക് അല്ലെങ്കിൽ അതിലധികം നേടുകയാണെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തവണ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന രൂപത്തിലാവട്ടെ നമ്മുടെ റിസൾട്ട്. റബ്ബ് ആ രൂപത്തിൽ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി OMR ഷീറ്റ് എന്ത് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണിത്. ഇതേപോലെ ആയിരിക്കും OMR ഷീറ്റ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ബബിൾ ചെയ്യാനാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന് നേരെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ABCD അല്ലെങ്കിൽ 1 2 3 4 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ അതില് നമ്മളിപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് അതിന്റെ ആൻസർ A എന്നാണെങ്കിൽ അവിടെ നമ്മൾ എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബബിൾ ചെയ്യണം. അതേപോലെ തന്നെ മുകളിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റോൾ നമ്പർ എന്ന് കൊടുത്ത് അവിടെ റോൾ നമ്പർ എഴുതാണ്ടാവും. ആദ്യം റോൾ നമ്പർ എഴുതാണ്ടാവും. ഓക്കെ, ആ റോൾ നമ്പർ ആദ്യം നമ്മൾ എഴുതുക. റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും റോൾ നമ്പർ. ഇനി അവിടെയും നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഇത് തന്നെയല്ലേ റോൾ നമ്പർ എന്ന് ചോദിച്ച് വിചാരിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിത് എക്സാം കഴിഞ്ഞതിന് ശേഷം അയാൾ നമ്മളെ ചോദ്യം ചെയ്യൊന്നുമില്ല ഇൻവിജിലേറ്റർ. മറിച്ച് നമുക്ക് അവിടെ തെറ്റാതിരിക്കലാണ് ആവശ്യം. അപ്പൊ റോൾ നമ്പർ ഇത് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തരും. ആദ്യം തന്നെ അവിടെ അത് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ അവിടെ റോൾ നമ്പർ അവിടെ എന്ത് ചെയ്യുക? ആ ഒരു കാലിക്കോളത്തിൽ അവിടെ എഴുതുക. എന്നിട്ട് അതിന് തൊട്ട് താഴെ അവിടെ ഓരോന്നിന് നേരെയും ബബിൾ ചെയ്യാണ്ടാവും. അതായത് 1 ആണെങ്കിൽ അതിന് താഴെ ആ 1 എന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ
പേന ഉപയോഗിച്ചുകൊണ്ട് ബബിൾ ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ 4, 5, 0, 0, 7, 8, 0, 2 ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോ 4-ന് നേരെ അവിടെ എന്ത് ചെയ്യുക, ഇതേപോലെ ബബിൾ ചെയ്യുക. 4-ന് മുകളിലായിട്ട് ഇതേപോലെ ബബിൾ ചെയ്യുക. പിന്നെ അടുത്തത് 5. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള നമ്പർ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഇപ്പൊ 1 എന്നാണുള്ളതെങ്കിൽ നമ്മൾ ആദ്യത്തെ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക 1 എന്നുള്ളത്. പക്ഷെ അവിടെ 1 അല്ല, അവിടെ 0 മുതൽക്കാണ് തുടങ്ങുന്നത്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനൊക്കെ പറഞ്ഞാലും തെറ്റിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അരമണിക്കൂറോളം നമ്മുടെ മുമ്പിൽ അവിടെ ഉണ്ട്. എന്നിട്ട് പിന്നെ വെറുതെ നിങ്ങൾ തെറ്റിക്കരുത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നമ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ വേഗം ബബിൾ ചെയ്യേണ്ട, തിരക്ക് കൂട്ടിയിട്ട്. മറിച്ച് എന്ത് ചെയ്യുക, ഒരു ഡോട്ട് അവിടെ ഇട്ടേക്കുക. ഏതാണോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്, ഇപ്പൊ 1 ആണെങ്കിൽ ആ 1 എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, വെറുതെ ഒരു ഡോട്ട് ഇട്ടേക്കുക, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. പിന്നെ അടുത്തത് 4 ആണെങ്കിൽ ആ 4-ന്റെ കോളത്തിൽ അവിടെ ഒരു ഡോട്ട് ഇട്ടേക്കുക. പിന്നെ 5-ന്റെ കോളത്തിൽ ഒരു ഡോട്ട് ഇട്ടേക്കുക. ഇതിങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ എഴുതിയ ഭാഗത്ത് തെറ്റിയാലും പ്രശ്നമല്ല. എഴുതിയ ഭാഗത്ത് തെറ്റിയാലും ഒരു പക്ഷെ നമ്മൾ ഇനി അവിടെ വെറുതെ ഒന്ന് തിരുത്തിയാൽ അതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത് ഇത് മെഷീൻ വാല്യുവേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വാല്യുവേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ബബിൾ ചെയ്ത ഭാഗമായിരിക്കും. അവിടെ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. അതിപ്പോ നമ്മൾ ആൻസർ ചെയ്യുന്ന ഭാഗത്താണെങ്കിലും അതിനേക്കാളും പ്രധാനം ഈ ഒരു പ്രൈമറി ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഭാഗം, അഥവാ റോൾ നമ്പർ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, ഇതൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ബബിൾ ചെയ്യാണ്ടാവുക. ഈ ഭാഗം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. അപ്പൊ ആ ബബിൾ ചെയ്യുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ ഓരോന്നും നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കാര്യം നോക്കിയിട്ട് വേണം ബബിൾ ചെയ്യാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അതെ, വാച്ച് സാധാ വാച്ചൊക്കെ സ്ഥലത്ത് ഉപയോഗിക്കാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ അതുപോലും അനുവദിക്കാത്ത സന്ദർഭങ്ങളുണ്ട് കേട്ടോ. സാറേ അത് ഞാൻ സെന്ററുകളിൽ. മറ്റേ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പൊ അവിടുന്ന് വിവരാവകാശം ലഭിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ നമ്മളെ ഈ ഏരിയയിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ചില ഭാഗങ്ങളിലാണ് അവര് വെറുതെ സ്ട്രിക്റ്റ് ആക്കണം. അവര് ഇൻവിജിലേറ്റർ ആണ്. അതെ അതെ. ഈ റോൾ നമ്പർ എഴുതുന്ന സ്ഥലത്ത് 6 ഡിജിറ്റേ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ 0 എഴുതേണ്ടി വരുമോ? വേണ്ട. അപ്പോ നമ്മുടെ റോൾ നമ്പർ കേട്ടറ്റിന്റെ ഞാൻ പ്രത്യേകം ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റേ ഞാൻ കളർ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കാണിച്ചെന്നുള്ളൂ. ഇനി കേട്ടറ്റിൽ നമുക്ക് കിട്ടുന്ന ഷീറ്റ് ഇതേ രൂപത്തിലായിരിക്കും. അതിന്റെ ആദ്യ പാർട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഇതിപ്പോ കാറ്റഗറി 3-യുടേതാണ്. 4-ന്റെതും ഇതേ രൂപത്തിൽ തന്നെ ഉണ്ടാവാം. എവിടെ പോകണ്ടോ? പേര് എഴുതുമ്പോഴേ ഇനിഷ്യല് ഗ്യാപ്പ് ഇടണം. നമ്മള് പേരിന് ശേഷം ഇനിഷ്യലാണെങ്കിൽ ഇനിഷ്യൽ കൊടുക്കണ ഗ്യാപ്പ് ഇട്ടാണ് ഇത്. അതെ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതപ്പോ ഇവിടെ ഇതാണ് ഇപ്പൊ നമ്മുടെ പ്രൈമറി ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഭാഗം. ഇത് കാറ്റഗറി 3-കാർക്കും 4-കാർക്കും ഒക്കെ ഒരേ രൂപത്തിലാണുള്ളത്. ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പൊ നമ്മള് പേര് എഴുതാണ്. പേര് എഴുതുമ്പോ ഫുള്ള് കാണുന്നില്ല, അത് ഷീറ്റ് കാണുന്നില്ല. അല്ല, ഈ ഭാഗം കാണുന്നില്ല. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഭാഗം കാണില്ലേ? സൂം ചെയ്തിട്ടല്ലേ? അല്ല, ഞാൻ ഈ ഭാഗം മാത്രമേ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി ഭാഗം അടുത്ത സ്ലൈഡിൽ വരും. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതാണ്. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് കാണുന്നില്ല? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ അവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്നുള്ളടത്ത് ഇപ്പോ എന്റെ പേര് ഖാലിദ് കെ എന്നാണ് അല്ലെ. ഒഫീഷ്യൽ നമ്മുടെ പേരെന്താണോ അതാണ് എഴുതേണ്ടത്. അപ്പൊ ഖാലിദ് കെ എന്ന് എഴുതുമ്പോ KHALID എന്ന് പറഞ്ഞ ഓരോ കോളത്തിലും ഓരോ പിന്നെ അക്ഷരങ്ങൾ കൊടുക്കുക. എന്നിട്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കെ എന്നാണ്. അപ്പൊ കെ എന്ന് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഒരു പിന്നെ കോളം നമ്മൾ ഒഴിവാക്കിയിട്ട് അടുത്ത കോളത്തിന് എന്ത് ചെയ്യുക, കെ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ചിലക്ക് പിന്നെ പേര് 2 പേരുള്ള ആളുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് 2 പേര് വേണമെന്നുണ്ടെങ്കിൽ പേരുകൾക്ക് ഇടയിൽ ഗ്യാപ്പുള്ള ആളുകൾ ഉണ്ടാവും. ഏതുപോലെ ഏതെങ്കിലും ഒരു പേര് പറയൂ. 2 പേരുള്ള ആളുകൾ. അതെ, മുഹമ്മദ് റഫീഖ് അല്ലെ, മുഹമ്മദ് റഫീഖ്. ഇനി അതല്ലെങ്കിൽ അബ്ദുൽ ബാസിത്ത്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുക, ഒരു കോളം ഒഴിവാക്കുക. എന്നിട്ട് പിന്നെ റഫീഖ് എന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇനീഷ്യലിനെങ്കിൽ ഇനീഷ്യലിന് എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ. അതേപോലെ ഏത് പേരാണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഒരാൾ എന്ത് ചെയ്തു അവിടെ ഗ്യാപ്പ് ഇട്ടില്ല എന്ന് വിചാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല.
ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ അത്ര പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത കോളാണ്. അപ്പൊ നെയിം നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ കഴിയുന്നതും ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്യാം. എന്ത് ചെയ്യും, ഇപ്പൊ ഖാലിദ് എന്ന് കഴിഞ്ഞ് ഇനീഷ്യൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു കോളം ഒഴിവാക്കിയിട്ട് പിന്നെ അടുത്ത ഭാഗത്ത് കെ കൊടുക്കുക. അതേപോലെ അബ്ദുൽ ബാസിത്ത് എന്നാണെങ്കിൽ അബ്ദുൽ എന്നിട്ട് പിന്നെ ഒരു കോളം ഒഴിവാക്കി അടുത്ത ഭാഗം മുതൽ ബാസിത്ത് എന്ന് കൊടുക്കുക. അങ്ങനെയാണ് അതിന്റെ രൂപം. ഇനീഷ്യൽ ഉണ്ടെങ്കിൽ ആ ഇനീഷ്യലിന് എന്ത് ചെയ്യുക, ഒരു കോളം ഒഴിവാക്കിയിട്ട് അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ നൽകി. ഇനി അടുത്തത് റോൾ നമ്പർ ആണ്. റോൾ നമ്പർ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും, അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം 6 ഡിജിറ്റ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോ ആ നമ്പർ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ നമ്പർ 78654 എന്നാണെന്ന് വിചാരിച്ചോളി. ഓക്കെ, അപ്പൊ അതില് നമ്മള് ഇവിടെ കൊടുക്കുമ്പോ ആ 7 ആദ്യം എഴുതി, പിന്നെ അടുത്തത് 86541 ഇങ്ങനെ ഒന്നാമത്തെ ആ മേലുള്ള കോളത്തിൽ നമ്മൾ എഴുതി. എന്നിട്ട് അതിന് താഴെ അവിടെ കൊണ്ട 0 1 2 3 4 5 6 7 8 9 ഇതുവരെയാണ് അവിടെ ഡിജിറ്റ്സ് ഉള്ളത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ 7 എന്നാവുമ്പോ നമ്മൾ ഇതില് നേരെ 7 എന്നുള്ള കോളത്തിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 മുതൽക്കാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കോളം മാത്രം എണ്ണിയാൽ അല്ലെങ്കിൽ ഈ റൗണ്ട് മാത്രം എണ്ണിയാൽ 6ാമത്തേമേ പോയിട്ടായിരിക്കും ചിലപ്പോ റൗണ്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചിലപ്പോ 1ഉം 2ഉം ഒന്നും ചിലപ്പോ ശ്രദ്ധിക്കൂല. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ കളിലേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ തെറ്റിക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 2 കോളം എന്താണ്, ഇനീഷ്യലിന്റെ അവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ KV എന്നാണെങ്കിൽ K വിട്ടിട്ട് സ്പേസ് ഉണ്ടോ? അല്ല, അത് 2 ഒന്നിച്ച് കൊടുത്താൽ മതി. KV ഒന്ന് കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവിടെ നിങ്ങള് ഇനിയിപ്പോ ഒന്നിച്ചായി വിചാരിച്ചിട്ടും കുഴപ്പമില്ല. ഓക്കെ, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗമാണ്, ഈ ബബിൾ ചെയ്യുന്ന ഭാഗം. അവിടെയും നിങ്ങൾ എന്ത് ചെയ്തു, മേലെ എഴുതുന്ന ഭാഗം ഇനി അഥവാ തെറ്റിപ്പോയി. രജിസ്റ്റർ നമ്പർ അല്ല അധികം ശ്രദ്ധിക്കണ്ടേ. ആ അതെ, റോൾ നമ്പർ. ഈ നമ്മളിപ്പോ റോൾ അഥവാ നമ്പറും യൂസഫ് അലി എന്ന് എഴുതുകയാണെങ്കിൽ യൂസഫ് വേറെ, പിന്നെ ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് അലി വേറെ, പിന്നെ ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് PV. അപ്പൊ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ശരിക്കും. അതെ അതെ അപ്പൊ മെയിൻ ആയിട്ട് നമ്മള് റോൾ നമ്പർ ആണ് നോക്കേണ്ടത് ഇല്ലേ. ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ ആ സമയത്ത് ഒരു ടെൻഷൻ വരുമ്പോഴേ പിന്നെ അതാണ് വിഷയം. പിന്നെ ഒന്നാമത് എന്താ സാറേ പ്രശ്നം, ഞാൻ എന്റെ ഒരു വിഷമം പറഞ്ഞോട്ടെ. ഇപ്പം ഇത് സാറേ ഒരു സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ് ഭയങ്കര പ്രയാസമായി വരുന്നത്. അതെ അതെ അതെ. അതിപ്പോ എന്താ വെച്ചാൽ ഈ നമ്മളെ ആദ്യ ഭാഗം ഫില്ല് ചെയ്യാൻ നമുക്ക് അരമണിക്കൂർ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഒരു ടെൻഷൻ ആവേണ്ടതില്ല, നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവും. അപ്പൊ ഈ ഭാഗം തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോ 82 അല്ല 120 ക്വസ്റ്റ്യൻ. സാറേ മുകളിൽ റോൾ നമ്പർ എഴുതിയിട്ട് ആ അക്കം നോക്കിയിട്ടാ ബബിൾ ചെയ്യേണ്ടത്. അതെ അതെ. അതായത് നമ്മളെ റോൾ നമ്പർ നമ്മളിവിടെ എഴുതുന്നു, എന്നിട്ട് അതിന് കണക്കാക്കിയിട്ട് ഇപ്പോ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, 0 കഴിഞ്ഞ് 1ാമത്തേമേ ബബിൾ ചെയ്യുന്നു. പിന്നെ അടുത്ത കോളത്തിൽ അവിടെ 4 ആണെങ്കിൽ അവിടെ ആ 4ന് കറക്റ്റ് ആക്കിയിട്ട് ബബിൾ ചെയ്യുക. അങ്ങനെ ഓരോ കോളവും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് ബബിൾ ചെയ്താൽ മതി. നേരെ മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും, അതിനെ കറക്റ്റ് ആക്കിയിട്ട് താഴെ അതേ കോളത്തിൽ തന്നെയാണ് ഫില്ല് ചെയ്തത് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു പേജിൽ ഇവിടെ മുകളിൽ, ഈ പേജിൽ മുകളിൽ ഇവിടെ ഇപ്പൊ 1 4 5 എന്നിവിടെ എഴുതിയത് കണ്ടോ. ഇതിവിടെ 1 എന്നുള്ളതിന് നേരെ അവിടെ ഇപ്പൊ 0 കഴിഞ്ഞിട്ടാണ് പിന്നെ 1 വരുന്നത്, അതവിടെ ബബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് 4 എന്നുള്ളതായപ്പോ 0 1 2 3 4 4 ബബിൾ ചെയ്തത്. അതേപോലെ അടുത്തത് 5 ആണ്. അപ്പൊ 5 ആയപ്പോ ആ 5ാമത്തേമലാണ് എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മളുടെ റോൾ നമ്പർ ഏതാണോ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. എന്നിട്ട് ആ നമ്പറിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ബബിൾ ചെയ്യുക. അത്ര മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇനി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് പറഞ്ഞത്. അതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. OMR നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മാറ്റി തരൂല. ഓക്കെ, എന്തെങ്കിലും വല്ല അത്ഭുതമൊക്കെ സംഭവിക്കേണ്ടി വരും. അങ്ങനെ മാറ്റി കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. ചില എക്സാമിനൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്, പക്ഷെ കേട്ടറ്റിന് മിക്കവാറും ഇങ്ങനെ മാറ്റി തരാറില്ല. കാരണം ഒരാൾക്ക് ഇതേപോലെ മാറ്റി കൊടുത്താല് അതാ പറഞ്ഞത്, അതൊക്കെ ചില ഇൻവിജിലേറ്റേഴ്സിനനുസരിച്ചാണ്. കാരണം ഇത് ഇതേപോലെ എല്ലാവരും
തെറ്റിക്കാൻ നിന്നാൽ ഓരോ സംശയത്തോടെ അത് പ്രയാസാവും എന്നുള്ളതുകൊണ്ട് അത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പലപ്പോഴും തീരുമാനം ഉണ്ടാവാറുള്ളത്. പിന്നെ ഇൻവിജിലേറ്റർ തീരുമാനിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, കിട്ടും. അതന്നെ ആ വിചാരിക്കുമ്പോഴേക്ക് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എക്സാം ഹാളിലേക്ക് കറക്റ്റ് ആക്കിയിട്ടായിരിക്കും നൽകിയിട്ടുണ്ടാവുക. കാരണം ഓരോ സ്ഥാനത്തേക്കും ഇവിടെ ABCD നോക്കിയിട്ടാണല്ലോ നൽകുക. അപ്പൊ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യണം, അവർക്ക് സത്യത്തിൽ നൽകണം അവര് എന്നുണ്ടെങ്കിൽ പലരും കേട്ടിട്ട് എഴുതേണ്ട അവസ്ഥയിലപ്പോ ഈ തരുന്ന ആൾക്കാരടക്കം കേട്ടിട്ട് എഴുതേണ്ട അവസ്ഥയിലെത്തി അറിയാം. ഓക്കെ ശരി. അപ്പോ നമുക്കിത് സമയം തീരൂല, അല്ല പിന്നെ നമ്മൾ പറഞ്ഞു തീരൂല. ഏതായാലും ഇനി അടുത്തത് ബുക്ക്ലെറ്റ് നമ്പർ ആണ്. ബുക്ക്ലെറ്റ് നമ്പർ ഇതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൽകുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മേലാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ നമ്മളിപ്പോ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക്, അല്ലെ? ആ 3 ക്വസ്റ്റ്യൻസിലും ഓരോരോ ബുക്ക്ലെറ്റ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്മേലുള്ള ബുക്ക്ലെറ്റ് നമ്പർ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം തരുന്ന പിന്നെ ക്വസ്റ്റ്യൻ മേൽ തന്നെ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞ അവിടെ പ്രത്യേകം, അതെ, സൈക്കോളജിയുടെ പേപ്പർ കിട്ടുമ്പോൾ അതിന്റെ മുകളിൽ അവിടെ ഉണ്ടാവും. 3 ക്വസ്റ്റ്യൻ ഒരുമിച്ചാണോ കിട്ടുക? അല്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്ന് കിട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത് കിട്ടുക, പിന്നെ അടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഗ്യാപ്പ് ഇട്ടിട്ടാ തരിക. അതെ. ഫസ്റ്റ് കിട്ടിയ നമ്പർ എഴുതിയാൽ മതി അല്ലേ? എങ്ങനെ? ആദ്യം കിട്ടുന്ന നമ്പർ എഴുതിയാൽ മതിയല്ലേ? അതെ, ആദ്യം കിട്ടുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ആണ് നമ്മൾ എഴുതേണ്ടത്. അതിന്മേലുള്ള നമ്പർ എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് പിന്നെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോ അടുത്തിരിക്കുന്ന ആള്, അല്ലെ, അറബിക്ക് തന്നെ ആയിരിക്കും എഴുതുന്നത് മിക്കവാറും. ചിലപ്പോൾ മാറ്റം ഉണ്ടാവാറുണ്ട്. ഇനി അറബിക്ക് തന്നെ ആണെങ്കിൽ അയാളോട് ചോദിക്കാന്ന് വിചാരിക്കേണ്ട, കാരണം അയാൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഓർഡർ മാറ്റം ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യന്റെ പിന്നെ നമ്മൾ ഇരിക്കുന്ന രൂപം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ABCD. അതിൽ നമുക്ക് കിട്ടിയത് A ആണെങ്കിൽ തൊട്ടടുത്ത ആൾക്ക് ചിലപ്പം D ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ നേരെ ബാക്കിലുള്ള ആൾക്ക് B ആയിരിക്കും, അതിനപ്പുറത്തുള്ള ആൾക്ക് C ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ നമ്പർ 1 എന്നുള്ള സ്ഥാനത്ത് മൻഹുവ ഷാഇറുൻ നീൽ എന്നാണെങ്കിൽ അപ്പുറത്തെ ആൾക്ക് അവിടെ ചിലപ്പോ ഇൽമുൻ നഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കാൻ ചിലപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ആ രൂപത്തിൽ ഷഫിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തിട്ട് നൽകുന്നത്. അപ്പൊ അതില് കൃത്യമായി നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യന്റെ കോഡ് നമ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും. A ആണോ അല്ലെങ്കിൽ B ആണോ C ആണോ D ആണോ എന്നുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സെറ്റ് ഇതിന്റെ നേരെ തൊട്ട് താഴെ അവിടെ ആദ്യം A ആണെങ്കിൽ A എന്ന് എഴുതുക. ഇനി D ആണ് ഒരാൾക്ക് കിട്ടിയതെങ്കിൽ D എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഡിയുടെ ഭാഗം ഇവിടെ നിങ്ങൾ ബബിൾ ചെയ്യാൻ വേണം. ഓക്കെ, A ആണെങ്കിൽ എയുടെ ഭാഗം ബബിൾ ചെയ്യാം. എന്താണ് ഇരിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചിട്ടുണ്ടാവൂലേ? അതെ, ഇരിക്കുന്ന അവിടെ ഡെസ്ക് മേലോട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. നമ്മുടെ A ആണെങ്കിൽ A ഒട്ടിച്ചിട്ടുണ്ടാവും. ഇനി D ആണെങ്കിൽ അത് അവിടെ ഒന്നുകിൽ ചോക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അവിടെ സർ ഫസ്റ്റ് കിട്ടുന്ന ലെറ്റർ ആണ് ഇതുണ്ടല്ലേ സർ, ഫസ്റ്റ് കിട്ടുന്ന പേപ്പറിന്റെ? അതെ. ഫസ്റ്റ് കിട്ടുന്ന തന്നെ ആയിരിക്കും പിന്നീട് അത് കിട്ടുക നിങ്ങൾക്കെല്ലാം. അതായത് സെറ്റ് A തന്നെയായിരിക്കും എല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടുക. അതിലിപ്പോ ബുക്ക്ലെറ്റ് നമ്പർ മാത്രമേ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സിഗ്നേച്ചർ നമ്മള് എപ്പോഴാണ് ഇടുന്നത്? ഇൻവിജിലേറ്ററിന്റെ മുമ്പ് വെച്ചിട്ട് ആണ് ഇടുക. കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നതിന് ശേഷം നമുക്ക് ഈ OMR ഷീറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോ അവിടുന്ന് നമ്മൾ ഇടുക. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചർ അതിൽ വരണം. ഓക്കെ, അത് ചിലപ്പോൾ അവർ എല്ലാവരുടേതും ലാസ്റ്റ് ആണ് ഇടുക. അപ്പൊ അത് അവരിട്ടു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ അവിടെ പാർട്ട് 1 സൈക്കോളജിയുടെ നമ്മുടെ ആദ്യ പേപ്പറാണ് അല്ലെ. അവിടെ ഇപ്പം പിന്നെ 40 ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറി 3 വരുന്നത്. കാറ്റഗറി 4 30 ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലൊന്നും പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം ഓപ്ഷൻ അല്ലപ്പോ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് 4 ഓപ്ഷൻ ABCD. അതിലിപ്പോ ചോദ്യം 1 നമ്മൾ വായിച്ചു, ചോദ്യം 1 വായിച്ച് എന്നിട്ട് അതിന്റെ ആൻസർ ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി ബബിൾ ചെയ്യുക. അപ്പോ A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, D ആണെങ്കിൽ D. ഇത് നമ്മൾ ബബിൾ ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ബബിൾ ചെയ്തു, അഥവാ B ആണ് ആൻസർ, പക്ഷെ നമ്മൾ ചെയ്തത്
എ ആണ്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ അവിടെ നമ്മൾ വരണ്ടാൻ നിന്നിട്ടൊന്നും കാര്യമല്ല. വെറുതെ ആ ഭാഗം അവിടെ എന്ത് ചെയ്യുള്ളൂ, പിന്നെ ഡാമേജ് ആയി പോവുകയുള്ളൂ. വരണ്ടേ അതല്ലെങ്കിൽ കറക്ഷൻ പേനൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. അതൊന്നും കാര്യമല്ല. നമുക്കൊരു സമാധാനമാണെന്ന് മാത്രം. ഞാൻ എന്തായിരുന്നാലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വരണ്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ വൈറ്റ്നർ കൊണ്ട് അവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു സമാധാനിക്കാന്നേ ഉള്ളൂ. എന്നതല്ലാതെ നമുക്ക് പിന്നീട് അത് ബി ആക്കിയത് കൊണ്ട് അല്ലെങ്കിൽ എ ആക്കിയത് കൊണ്ടൊന്നും പിന്നെ കാര്യമില്ല. ആദ്യം ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക. അതാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ നിന്നോട്ടെ നിൽക്കുക. ഓക്കെ, വെറുതെ നമ്മൾ വരണ്ടിയിട്ട് ആ OMR ഷീറ്റ് എന്ത് ചെയ്യരുത്, ഡാമേജ് ആക്കാൻ ശ്രമിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. പിന്നെ അത് ഈ ആ ഭാഗം പാർട്ട് 1 കഴിഞ്ഞാൽ പിന്നെ പാർട്ട് 2, അവിടെ പാർട്ട് 2 എന്നുള്ളിടത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഇപ്പോ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും അതേപോലെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഏതാണോ നിങ്ങൾ കൊടുത്തത് അത് തന്നെ ഇവിടെയും കൊടുക്കാൻ ശ്രമിക്കുക. അവിടെ എന്ത് ചെയ്യരുത്, നിങ്ങൾ തെറ്റിക്കരുത്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മലയാളമാണ് കൊടുത്തതെങ്കിൽ ആ മലയാളം ആണ് എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും ഉണ്ടാവും. ഓക്കെ, അതുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇതായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇനിയിപ്പോൾ പ്രിന്റ് ഔട്ട് അന്ന് എടുത്ത സമയത്തും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ മലയാളം ആണെങ്കിൽ മലയാളം എന്നുള്ള ഭാഗത്ത് ബബിൾ ചെയ്യുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് ബബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ആ ഒരു ക്രമ നമ്പർ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ 41ാമത്തെ ക്വസ്റ്റ്യൻ മുതൽക്കാണ് ഈ ലാംഗ്വേജിന്റെ ഭാഗം തുടങ്ങുന്നത്. അവിടെ മലയാളം ആണെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിന്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അവിടെ ബബിൾ ചെയ്യുക. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ അതേപോലെ തന്നെ അത് തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ പിന്നെ നമ്മുടെ അറബിക്കിന്റെ ഭാഗമാണ് വരിക. അതും നിങ്ങൾ അതേപോലെ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. അവിടെ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. ഓക്കെ, ഇനി ബബിൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ അതേപോലെ ABCD ഉണ്ടാവും. അപ്പൊ അതില് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ബബിൾ ചെയ്യാൻ പാടുള്ളൂ, എന്നാലേ അത് വാലിഡ് ആവുള്ളൂ എന്നർത്ഥം. ഒന്നിലധികം ഓപ്ഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നെ എന്ത് ചെയ്യൂല, നമ്മളുടെ അവിടെ അവര് പരിശോധിക്കൂല. ഞാൻ പറഞ്ഞല്ലോ 150 ക്വസ്റ്റ്യനിൽ ഒരു 70 ക്വസ്റ്റ്യൻ നമുക്ക് ഏകദേശമൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കറക്റ്റ് ആക്കാൻ കഴിഞ്ഞു. ബാക്കി 80 ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും നമുക്ക് തട്ടിമുട്ടി പിന്നെ കറക്കി കുത്തിയിട്ടെങ്കിലും ഒരു 12 ക്വസ്റ്റ്യൻ ശരിയായാൽ നമ്മൾ ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു. അത് നേരെ മറിച്ച് ഇതേപോലെ ഒന്നിലധികം ഓപ്ഷനൊക്കെ നമ്മൾ വെറുതെ തെരഞ്ഞ് അല്ലെങ്കിൽ പിന്നെ പരിശോധിച്ച് നോക്കി എന്നിട്ട് രണ്ടും പോലും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് അവിടെ നഷ്ടപ്പെടുക ചെയ്യുക. അത് പിന്നെ റീഡ് ചെയ്യൂല, വെച്ചാൽ ഇൻവാലിഡ് ആയി പോകും. അപ്പോൾ ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, തിരഞ്ഞെടുക്കാവൂ. അത് തന്നെ ബബിൾ ചെയ്യേണ്ടത് ഇങ്ങനെ പൂർണ്ണമായിട്ട് തന്നെ ഓരോ റൗണ്ടും ബബിൾ ചെയ്യാൻ ശ്രമിക്കുക എന്നതല്ലാതെ ഇവിടെ താഴെ കൊടുത്ത ഒരു റോങ് ആയ മെത്തേഡൊന്നും നമ്മൾ സ്വീകരിക്കരുത്. ടിക്കടേണ്ടതില്ല, അതേപോലെ തന്നെ ക്രോസ് മാർക്ക് കൊടുക്കേണ്ടതില്ല. പിന്നെ ഡോട്ട് ഇട്ട് കാര്യമല്ല. ഡോട്ട് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ ഓരോന്നിന്റെയും ആൻസർ, ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ വായിച്ചു, എന്നിട്ട് അതിന്റെ ഓപ്ഷൻ സി ആണ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ ആ സീന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോട്ട് വെറുതെ ഇട്ടേക്കുക. എന്തെന്ന് വെച്ചാൽ നമ്മൾ അത് തന്നെയാണ് സെലക്ട് ചെയ്തത് എന്ന് ഉറപ്പ് വരുത്താനാണ്. അതിന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് കറക്റ്റാ. എന്നാലും അയ്മലൊക്കെ കുറെ നേരം നിന്നിട്ട് സമയം പോവുകയും ചെയ്യരുത്. നമുക്ക് ഈ 150 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഈ നിർദ്ദിഷ്ട സമയം മാത്രമാണ്. അപ്പോ അത് മനസ്സിലാക്കിയിട്ട് തന്നെ. എന്താണ് സാറേ, നമുക്ക് ഒട്ടും അറിയില്ല, ഒരു നിലക്കൊരു ധാരണയില്ലാത്ത ചോദ്യങ്ങളിലേ സൂക്ഷ്മതക്ക് നല്ലത് ബി ആണെങ്കിൽ എല്ലാം ബി, സി ആണെങ്കിൽ എല്ലാം സി, അങ്ങനെ രേഖപ്പെടുത്തലല്ലേ? അവിടെ ഇങ്ങനെ മാറി മാറിയിട്ട് ചെയ്താല് എന്തായാലും ഒക്കെ തെറ്റാൻ സാധ്യത കൂടുതലല്ലേ? അതെ, പ്രത്യേകിച്ച് ഒരുമിച്ച് വരുന്നതൊക്കെ. ബബിള് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ സാർ, അറിയാത്തത്? അതായത് ബബിൾ ചെയ്യാതിരിക്കുന്നത് എന്തിന്, അറിയാത്തതാണെങ്കിലും നിങ്ങൾ ബബിൾ ചെയ്യണം. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. പിന്നെ ബബിൾ ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരു കുഴപ്പമില്ല. അപ്പൊ ഉദാഹരണമായിട്ട് 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്തതാണെന്ന് വിചാരിച്ചോളി. അപ്പൊ അതിലിപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ 5 നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുക.
ഇപ്പൊ സി ആണെങ്കിൽ സി മാത്രം തിരഞ്ഞെടുക്കുക. അത് ഒന്നിച്ചുള്ളതാണെങ്കിലാണ് അങ്ങനെ ഏറ്റവും നല്ലത്. അതായത് ഒന്നിച്ച് എന്തായിരുന്നാലും ഇപ്പൊ 5 ആൻസർ സി കൊടുക്കാൻ ക്വസ്റ്റ്യൻ ഇടുന്ന ആള് അങ്ങനെ നൽകാൻ മിക്കവാറും സാധ്യത കുറവാണ്. അല്ലെങ്കിൽ സി ആണ് എന്ന് വിചാരിച്ച് ഡോട്ട് കൊടുത്ത് പിന്നെ എ ആണെന്നുള്ളത് ഉറപ്പിച്ചിട്ട് നമ്മളിപ്പോ കറുപ്പിച്ചെന്ന് വിചാരിച്ചാ അപ്പൊ ആ സി ആ ഡോട്ട് ഉള്ളത് കൊണ്ട് വാല്യുവേഷനെ ബാധിക്കാണ്ട് ആയി പോവാ. അങ്ങനെ ഉണ്ടാ? അതെ അതെ അതെ. അതെച്ചാൽ മോർ ദാൻ 1 മാർക്കിംഗ് ആയിട്ട് മിക്കവാറും വരും. അതാണ് ഇവിടെ ലാസ്റ്റ് കൊടുത്ത കണ്ടല്ലേ, ഒരു ഡോട്ടും അതേപോലെ തന്നെ അടുത്തത് വേറെ നമുക്ക് പിന്നെ കറക്റ്റ് ആയി തോന്നി. അപ്പോ നമ്മള് കൃത്യമായി വായിഞ്ഞ് ഡോട്ട് ഇടുമ്പോ ചെറിയൊരു രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ചെറിയ ഡോട്ട് ഇട്ട് വിചാരിച്ച് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാലും പരമാവധി എന്ത് ചെയ്യാ, നമ്മള് പിന്നെ ആ കറക്റ്റ് ആൻസറിന് തന്നെ ഇതേപോലെ ഡോട്ട് ഇട്ട് പിന്നെ അത് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിന് നിങ്ങൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, അത് ശ്രദ്ധിക്കാവൂ. ഈ പേന ഇങ്ങനെ വെറുതെ OMR ഷീറ്റിൽ ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഹോൾ ടിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഹോൾ ടിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇല്ല. ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് OMR ഷീറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇൻവിജിലേറ്റർ അവിടെ ഉണ്ടാവും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി തരും. ആരും ടെൻഷൻ ആവേണ്ടതില്ല. ഇനി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ. ഒന്നിപ്പോ ഈ പറഞ്ഞ പോലെ ഹാൾ ടിക്കറ്റ് എന്തായിരുന്നാലും നിങ്ങൾ കയ്യിൽ കരുതണം. ഹാൾ ടിക്കറ്റ് നിങ്ങളൊക്കെ പ്രിന്റ് എടുത്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പോ അത് ക്ലിയർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കളർ ആവണം എന്നില്ല, എന്നാൽ ക്ലിയർ ഉണ്ട്, നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുണ്ടെങ്കിൽ അത് തന്നെ മതി. പിന്നെയോ, പരീക്ഷാ ഹാളിൽ വെച്ച് ഹാൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ ഒപ്പിട്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ ഈ ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യരുത്, ഏതായാലും ഇപ്പൊ പരീക്ഷ കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കരുത്. ഇത് നിങ്ങൾക്ക് പരീക്ഷാ ഫലം വരുന്ന സമയത്ത് ആവശ്യം ഉണ്ടാവും. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ആവശ്യം ഉണ്ടാവും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഈ ഹാൾ ടിക്കറ്റ് ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും നിങ്ങൾ ഹാൾ കളയരുത്. ടിക്കറ്റിൽ ഉണ്ടല്ലോ സാർ, സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് ഉണ്ടല്ലോ. എങ്ങനെ ഹാൾ ടിക്കറ്റിൽ ഇല്ലേ സാർ, സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് ഇല്ലേ? അപ്പൊ നമ്മള് അവരുടെ മുമ്പിൽ സൈൻ ചെയ്യുന്നതാണ്. അതെ, അവരുടെ അത് മുമ്പിൽ അവരെ മുന്നിൽ നിന്ന് തന്നെ സൈൻ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഞാൻ പറഞ്ഞത് ഹാൾ ടിക്കറ്റില് ഇൻവിജിലേറ്ററും സൈൻ ചെയ്യണം. ആൾക്ക് സൈൻ ചെയ്യാനുള്ള നമ്മളെ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അവർ സൈൻ ചെയ്ത് തരുള്ളൂ. നമ്മൾ ആ ടിക്കറ്റ് പ്രൂഫ് ശരിയാണെങ്കിൽ അതെ അതെ അതെ. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യാൻ ഉറപ്പുവരുത്തുക. ആ ഹാൾ ടിക്കറ്റ് ആണ് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒറിജിനൽ കേഡറ്റിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കയ്യിൽ കിട്ടുന്നത് വരെ ആവശ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇൻവിജിലേറ്ററിൽ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറഞ്ഞത്. ഇനി തിരിച്ചറിയൽ രേഖ നമ്മൾ എന്ത് ചെയ്യണം, ID കാർഡ് കൊണ്ടുപോകണം. ഓക്കെ, അത് അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് തന്നെ, അഥവാ അതിന്റെ ഒറിജിനൽ കാർഡ് തന്നെ കയ്യിൽ കരുതണം. ഏത് രേഖയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാണ് എന്ത് ചെയ്യേണ്ടത്, കൊണ്ടുപോവേണ്ടത്. പിന്നെ റിപ്പോർട്ടിംഗ് സമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ആണ് ഇപ്പൊ ഈ പറഞ്ഞ 45 മിനിറ്റിന് മുമ്പെങ്കിലും എത്തുക എന്ന് പറഞ്ഞത്. അത് ഏറ്റവും നല്ലത് 2 മണിക്ക് എക്സാമുള്ള ആളുകൾ 1 മണിക്ക് മുമ്പെങ്കിലും അവിടെ എത്തുക. അതേപോലെ തന്നെ 10 മണിക്ക് കാറ്റഗറി 3 എഴുതുന്ന ആളുകൾ 9 മണിക്ക് തന്നെ എന്ത് ചെയ്യുക, അവിടെ എത്തുക. ഓക്കെ, പിന്നെ OMR ഷീറ്റിൽ നമ്മൾ കൃത്യമായി ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നിറമുള്ള ബോൾ പെന്ന്, അത് നീലയായാലും കുഴപ്പമില്ല, കറുപ്പായാലും കുഴപ്പമില്ല, ഏതാണോ ഉള്ളത് കരുത. 2 പേന കൈ കരുതിക്കോളി. ഓക്കെ, എന്താണ് ഇടക്ക് വെച്ച് മഷി മാറ്റി പ്രയോഗിക്കുന്നതേ കളർ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മാറ്റിന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പുതിയ പെന്ന് വാങ്ങിയാൽ മതി 2 എണ്ണം. കഴിയണം എന്ത് ചെയ്യും, അതേപോലെ പുതിയ 2 പേന കൈ വെച്ചോളി. അതെ, കേട്ടല്ലേ കിട്ടാൻ പോകുന്നത്. കേട്ടല്ലേ, അതെ കേട്ടല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് 2 പേന നമുക്കൊരു വിഷയമല്ല അല്ലെ. അല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് എക്സാം ഫീ അടക്കുമ്പോ എത്രയാണ് അടക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ആ സ്ഥാനത്ത് 2 പേനയുടെ പൈസ എന്ന് പറഞ്ഞാൽ വിഷയമുള്ള സംഗതിയല്ല. ഇനി പിന്നെ നമ്മളിപ്പോ കാറ്റഗറി 3ഉം 4ഉമാണ് എഴുതുന്നവർക്ക് ഒരേ ഹാള് തന്നെ ആയിരിക്കുമോ അലോട്ട് ചെയ്തിട്ടുണ്ട്? ഇല്ലല്ല, വ്യത്യാസം ഉണ്ടാവും.
വേറെ വേറെ ഇത് വേണ്ടേ? അതെ. അല്ല, ഹോൾ ടിക്കറ്റ് വേറെയാണ്. അപ്പം ഏതാണ്ട് അതിന്റെ അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ. കാരണം മറ്റേ എക്സാം 12:30 കഴിഞ്ഞ് ഇത് 2 മണിക്ക് തുടങ്ങുകയാണല്ലോ. ഏതായാലും നിങ്ങൾക്ക് അവിടെ കൃത്യം നമ്പർ വേറെയാ പോലോ. പിന്നെന്താ വെച്ചാൽ ആ ഹാളിൽ തന്നെ വേറെ ഇത് മാത്രം എഴുതുന്ന ആളുകൾ വേറെ വരാണ്ടാവും. അത് 4 ഇല്ലാത്ത പിന്നെ 3 ഇല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ 4 ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും അതിൽ വ്യത്യാസം ഉണ്ടാവും. ഏതായാലും നിങ്ങൾക്ക് അവിടുന്ന് അറിയാം. അതിൽ നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട, ഇൻഷാ അല്ലാ. ഇനി ഈ പാർട്ട് അല്ല കാറ്റഗറി 3ഉം 4ഉം എഴുതുമ്പോൾ നിങ്ങൾ അവിടെ ആകെ ശ്രദ്ധിക്കാനുള്ളത് പാർട്ട് 2 ഭാഷ ഏതാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ തന്നെ ഒന്നുകൂടി നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അവിടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ കൂടുതൽ ടൈം സമയം കളയരുത്. അതെ അതെ, അതില് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എല്ലാം. പക്ഷെ അതിൽ ചിലത് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് പോകാന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് മൻഹുവ അമീർ ഷുഅറാ ഫിൽ മഹ്ജർ എന്നുള്ളത് നമ്മുടെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും ഈലിയ അബൂമാദി. എന്നിട്ട് പിന്നെയും വെറുതെ അയിമങ്ങനെ കിട്ടിയത് തന്നെയല്ലേ, അപ്പൊ സന്തോഷത്തിലായിട്ട് അയിമ കുറെ നേരം കൂടണ്ട. നമുക്ക് കൂടുതൽ സമയം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് വേറെ വരുന്നുണ്ടാവും. അതായത് ഇപ്പോൾ പാരഗ്രാഫ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പദ്യം വായിച്ചിട്ട് അതിന് ആൻസർ ചെയ്താനൊക്കെ കുറച്ചുകൂടി സമയം വേണ്ടി വരും. അപ്പോൾ അതിന്മേൽക്ക് നമുക്ക് സമയം ആവശ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന വേഗം അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോ ഇഖ്തരിഷാദ് മിനൽ ആത്തിയ എന്ന് പറഞ്ഞ് മുഖാബല, ജിനാസ്, അതേപോലെ തന്നെ തൗരിയ, ഹുസ്നു താലീൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അവിടെ അത് ജിനാസാണ് അവിടെ. കാരണം ബാക്കിയൊക്കെ മുഹസിനാത്തുൽ മാനവിയയിൽ പെട്ടതാണ് എന്ന് പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന് സമയം കളയേണ്ടതില്ല. വേഗം അതിന്റെ ആൻസർ കൊടുക്കുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ സമയം പരമാവധി മാനേജ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കരുത്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ അറ്റൻഡ് ചെയ്തു എന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ ടെൻഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യം 150 വേണ്ടത് 82 മാർക്കേ ഉള്ളൂ. അതെന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും. ആ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവരും എക്സാം ഹാളിലേക്ക് പുറപ്പെടുക. ഇത്തവണ തന്നെ എല്ലാവർക്കും അതെ, ഇന്നലത്തെ പൊതുവെ നല്ല ഈസിയാണ്, നമ്മുടേതും ഈസി ആയിരിക്കും. ആ രൂപത്തിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാമിന് പിന്നെ വേണ്ടിയിട്ട് ആധാർ കാർഡായിരുന്നു. അപ്പൊ ആധാറില് പിന്നെ കയ്യിലുള്ളതിൽ അഡ്രസ് മാറ്റേണ്ടത് പ്രശ്നമാവോ? കയ്യിലുള്ളതിന് അഡ്രസ് മാറ്റേണ്ടത്. അല്ല, അതല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തേ. ആധാർ നമ്പർ കറക്റ്റ് ആണ്, അഡ്രസ് മാറ്റേണ്ടത് പ്രശ്നമാവോ? അല്ല, അപ്ലൈ ചെയ്യുമ്പോൾ അതന്നെയല്ലേ കൊടുത്തേ? ആണ് കൊടുത്തത്. അപ്പൊ ആ പീസ് കാണുന്നില്ല, മുമ്പുള്ള അഡ്രസ് ഉള്ളതേ ഉള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ അതല്ലേ കൊടുത്തേ? അതിന്റെ ഫോണിലുള്ള വേർഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല. സാർ വിഷമിക്കണ്ട, ഫോട്ടോ ജസ്റ്റ് നോക്കി അവർ നോക്കും. അതെ, ആധാർ നമ്പറേ നോക്കുള്ളൂ. ആധാറിന്റെ അതിൽ പ്രത്യേക നമ്പർ നമ്മളെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടല്ലോ. അല്ല, ആ ഫോണിലുള്ളതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് കയ്യിൽ വെച്ചോ. അതായത് അതൊന്ന് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അഡ്രസ് അതെ അതെ, കാറ്റഗറി 4 ആർക്കാണ് പറഞ്ഞത്. കാറ്റഗറി 4 ആരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. പക്ഷെ നമുക്ക് ആൻസർ ചെയ്യാൻ ഇതേപോലെ 2 ഷീറ്റ് ഒന്നും ഉണ്ടാവില്ല, ആകെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ മലയാളം ഇംഗ്ലീഷും ഉള്ളത്. എന്നല്ലാതെ ആൻസർ ചെയ്യുമ്പോൾ അവിടെ ആകെ ഒറ്റ ഷീറ്റ് തന്നെ ഉള്ളൂ. അപ്പൊ അതില് നമ്മൾ ഒന്നിന് നേരെ ഏതാണോ ആൻസർ ആയിട്ടുള്ളത് അതവിടെ കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരും നല്ല ഉഷാറായിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ബുക്ക് ലെറ്റർ സീരിയൽ നമ്പർ സെപ്പറേറ്റ് ആണല്ലോ കാണുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ബുക്ക്ലെറ്റ് നമ്പർ ഫില്ല് ചെയ്യാനുണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ കുറച്ച് സമയം എടുത്താണ്ട് തന്നെ പറഞ്ഞു. അത് നേരത്തെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് പറഞ്ഞു. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണോ, അഥവാ അഡോളസൻ സൈക്കോളജി എന്നുള്ളതായിരിക്കും ആദ്യം കിട്ടുക. അതിൽ കാണുന്ന ബുക്ക്ലെറ്റ് നമ്പറേ നിങ്ങൾ അവിടെ എഴുതേണ്ടതുള്ളൂ. അത് മാത്രം എഴുതിയാൽ മതി, വേറുള്ളവരെ നോക്കേണ്ട. പിന്നെ കിട്ടുന്നതിന് വ്യത്യാസം ഉണ്ടാവും, അത് എഴുതേണ്ട. അത് നേരത്തെ പറഞ്ഞു. ആദ്യം കിട്ടുന്ന അഥവാ അഡോളസൻ സൈക്കോളജി അല്ലെങ്കിൽ മറ്റേതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ് സൈക്കോളജി അഥവാ സൈക്കോളജിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം കിട്ടുക. അതിലുള്ള ബുക്ക്ലെറ്റ് നമ്പർ ആണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്.
ആൻസർക്ക് കാർബൺ കോപ്പി ഇപ്പോ കാർബൺ കോപ്പി അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ നേരെ താഴെ തന്നെ കാർബൺ കോപ്പി ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. ഇപ്രാവശ്യം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഈ അപ്പൊ ബബിൾ നിങ്ങൾക്ക് അത് റൗണ്ടിന്റെ പുറത്ത് പോയ പ്രശ്നമുണ്ടോ? റൗണ്ട് ചെയ്യുന്ന എന്താണ് സമയത്ത് ഈ റൗണ്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ട്. കഴിയുന്നതും പുറത്ത് പോവേണ്ട. അതിന്റെ ഉള്ളിൽ തന്നെ ഇടാൻ അത്യാവശ്യം സ്ഥലം ഉണ്ടാവും. അവിടെ ഇട്ടാൽ മതി നിങ്ങള്. അഥവാ ഇപ്പൊ ഒന്നൊക്കെ പുറത്ത് പോയാൽ ടെൻഷൻ ആവണ്ട. ബാക്കി 149 ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ പരമാവധി പുറത്ത് പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് പാർട്ട് 1 വേറെ 2 വേറെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണോ? അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? വേണ്ട അതൊക്കെ അവസാനാണ്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അവിടുന്ന് പറഞ്ഞു വരും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവണ്ട. അത്തരം വിഷയങ്ങളിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും എഴുതാൻ എനിക്ക് ഏതായിരുന്നാലും നല്ല രൂപത്തിൽ സാധിക്കുമെന്ന് പോസിറ്റീവ് ചിന്ത മനസ്സിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതേപോലെ ഉറപ്പ് വരുത്തിയിട്ട് എഴുതുക. ആദ്യ ഭാഗം പ്രത്യേകിച്ച് പ്രൈമറി ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഭാഗത്ത് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് തന്നെയാണ് കൊടുത്തത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഇപ്പൊ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, പിന്നെ ഇൻവിജിലേറ്ററോടൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്താൽ മാത്രം മതി. അതൊക്കെ വയ്യാക്കും ആമീൻ. അപ്പൊ എല്ലാവർക്കും എക്സാം എളുപ്പാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്തവണ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ എല്ലാവർക്കും അത്രക്കും ഫിറായതില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ കസീറൻ. വഅലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം.